വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ വാട്ട് ഈസ് ഹ്യൂറിസ്റ്റിക്സ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബിഹേവിയറൽ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിഹേവിയറൽ എക്കണോമിക്സ് പഠിക്കുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളിൽ ഇടുന്ന എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക്. അതപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഹ്യൂറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു, നമുക്ക് അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കണം. പക്ഷേ ആ ഹോട്ടലിൽ താമസിക്കാനായിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ നമുക്ക് ഗൂഗിൾ തരുന്ന റിവ്യൂ ഒന്നായിരിക്കാം. പക്ഷേ ഞാൻ പണ്ട് പോയിരുന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഒരു ഹോട്ടലിനെ കുറിച്ച് എനിക്കറിയാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഗൂഗിൾ തരുന്ന ഏറ്റവും നല്ല റിവ്യൂ ഉള്ള ഹോട്ടലിന് പകരം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ വേറൊരു ഹോട്ടൽ പെട്ടെന്ന് ചൂസ് ചെയ്യുകയാണ്. അതൊരു ഹ്യൂറിസ്റ്റിക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെന്റൽ ഷോർട്ട് കട്ട് ആണ് ദാറ്റ് അലൗസ് പീപ്പിൾ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ജഡ്ജ്മെന്റ്സ് ക്വിക്കലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു മെന്റൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്യണം. അതിലൂടെ നമ്മളൊരു പ്രോബ്ലത്തിനെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു ആൻഡ് അതിനെക്കുറിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു ക്വിക്കലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ബിഹേവിയറൽ എക്കണോമിക്സിൽ ഒരുപാട് ടേംസ് വരും. ആ ടേംസ് എന്താ നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ ഒരു ടേം പറയുന്നുണ്ട്, റൂൾ ഓഫ് തമ്പ്. അതായത് ഹ്യൂറിസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂൾ ഓഫ് തമ്പാണ്. എന്താ റൂൾ ഓഫ് തമ്പ് എന്നറിയോ? അതായത് പ്രോബ്ലം സോൾവിങ് മെത്തേഡിനെയാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയാം. ദാറ്റ് ആർ ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് നോളേജ്. റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലത്തിന് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ അറിവ് വെച്ചിട്ട് ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യുക. അതാണ് റൂൾ ഓഫ് തമ്പ്. അപ്പോൾ ഈ റൂൾ ഓഫ് തമ്പാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഷോർട്ടൻ ചെയ്യുന്നു ഡിസിഷൻ ടൈമിനെ ആൻഡ് allow people to function without constantly stopping to think about their next course of action. അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു പ്രോബ്ലത്തിനെ പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു നോളേജ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അതിനെ സോൾവ് ചെയ്യണം. അതാണ് റൂൾ ഓഫ് തമ്പ് ഉപയോഗിക്കുന്നു ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ. ഇനി ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിന് ഒരുപാട് ബോത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡ്രോബാക്സ് ഉണ്ട് ഓഫ് ഹ്യൂറിസ്റ്റിക്സ്. വൈൽ ഹ്യൂറിസ്റ്റിക്സ് ആർ ഹെൽപ്ഫുൾ ഇൻ മെനി സിറ്റുവേഷൻസ് ദേ ക്യാൻ ഓൾസോ ലീഡ് ടു കോഗ്നിറ്റീവ് ബയസസ്. കോഗ്നിറ്റീവ് ബയസസ് എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇല്ലേ? എന്താ നമ്മൾ പറഞ്ഞത്? അതായത് ഇറ്റ് കൺസ്ട്രക്ട്സ് ബേസ്ഡ് ഓൺ ഇറോണിയസ് ഓർ ഡിഫോംഡ് പെർസെപ്ഷൻസ്. എന്നുവെച്ചാൽ എന്താ, നമ്മൾ ചില കാര്യങ്ങൾ വിചാരിക്കുന്നു പക്ഷെ ശരിയാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ പല സമയത്തും ഈ ഹ്യൂറിസ്റ്റിക്സ് വളരെ നമ്മളെ പല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അത് കൊഗ്നിറ്റീവ് ബയസസ്, അതായത് തെറ്റായിട്ടുള്ള ചില ചിന്തകളിലേക്കും നയിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് ശരിയാവണം എന്നില്ല. ഓക്കെ, ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഹ്യൂറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഹ്യൂറിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. പെട്ടെന്ന് ഒരു കാര്യത്തിന്റെ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ യൂസിങ് ഹ്യൂറിസ്റ്റിക്സ് ക്യാൻ കണ്ടൻസ് മെനി കോംപ്ലക്സ് ഡീറ്റെയിൽസ്. ഒരുപാട് വലിയ ഇഷ്യൂസ് ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളെയും പെട്ടെന്ന് അത് ലഘൂകരിക്കാൻ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ നോളജിൽ നിന്നും അതിനെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് സിംപ്ലിഫൈ ഇൻഫോർമേഷൻസ് വിച്ച് മിനിമൈസസ് ദ എഫേർട്ട് ഓഫ് ചൂസിങ്. ചൂസ് ചെയ്യാനായിട്ട് വലിയ എഫേർട്ട് ഒന്നുമില്ല, നമ്മൾ കുറേ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ നോളജ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നതാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി വൈ ഡു വി യൂസ് ഹ്യൂറിസ്റ്റിക്സ്? എന്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് അത് നോക്കാം. ഹ്യൂമൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കോഗ്നിറ്റീവ് ബയസസ്. പലപ്പോഴും നമുക്ക് ചില ധാരണകളുണ്ട്. കോഗ്നിറ്റീവ് ബയസസ് നമ്മൾ ഒരു കാര്യം വിചാരിക്കുന്നു ശരിയാവണമെന്നല്ലേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു മാനേജർ അദ്ദേഹത്തിന്റെ ഫേമിൽ ലേഡീസിനെ അധികം പ്രിഫർ ചെയ്യുന്നില്ല. അദ്ദേഹം വിചാരിക്കുന്നു അവരത്ര കോമ്പിറ്റന്റ് അല്ല. പക്ഷെ അത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ ചിന്താരീതി തീർത്തും തെറ്റാണ്. ഒത്തിരി കോമ്പിറ്റന്റ് ആയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒത്തിരി എന്റർപ്രണേഴ്സ് തന്നെ ഇന്നുണ്ട് അല്ലേ. അപ്പോൾ ഒത്തിരി ലേഡീസ് ഉണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ധാരണ തെറ്റാണ്. അപ്പോൾ ഹ്യൂമൻസ് പലപ്പോഴും ഇൻഫ്ലുവൻസ്ഡ് ആണ് ബൈ കോഗ്നിറ്റീവ് ബയസസ്. ഈവൻ ബയസസ് എന്നത് ഒരു നെഗറ്റീവ് ടേമിലാണ് യൂസ് ചെയ്യാട്ടെ എപ്പോഴും, കോഗ്നിറ്റീവ് ബയസസ്. ഈവൻ വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്, നമുക്കത് മനസ്സിലാക്കാൻ തന്നെ അവർ ബ്രെയിൻ ടേക്സ് ഷോർട്ട് കട്ട്സ് ടു ഹെൽപ്പ് us പ്രോസസ് ഇൻഫോർമേഷൻ ഫാസ്റ്റർ, ഓഫൺ യൂസിങ് അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷൻസ് ടു ഡു സോ. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് ബയസസ് ആയാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ റിയലൈസ് ചെയ്യാതെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു ഷോർട്ട് കട്ട് പോലെ പെട്ടെന്ന് നമ്മൾ ചില പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ
ചെയ്യാനായിട്ട് നമ്മൾ നോക്കും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും ഇമോഷൻസ്. ആ സമയത്ത് നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്നൊരു ക്വിക്കായിട്ട് നമ്മൾ കറക്റ്റ് ഡിസിഷനിലേക്കോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ചിലപ്പോൾ നമുക്ക് എത്താൻ പറ്റണമെന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതാണ് വൈ ഡു വി യൂസ് ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ള എൻ്റെ ആൻസർ ഇതാണ്. ഇനി വാട്ട് ആർ സം എക്സാമ്പിൾ ഓഫ് ഹ്യൂറിസ്റ്റിക് തിങ്കിങ്? എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ഹ്യൂറിസ്റ്റിക് തിങ്കിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു സ്ഥലത്തേക്ക് കുറച്ച് ദൂരെ പെട്ടെന്ന് എത്തണം. പക്ഷെ നമ്മൾ അപ്പോഴാണ് ആലോചിച്ചത് ഫ്ലൈറ്റിൽ നമുക്ക് പോകുന്നതാണ് ഏറ്റവും സൗകര്യപ്രദം. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി, നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഒരിക്കലും പ്ലെയിനിൽ പോകുന്നത്, പ്ലെയിനിലുള്ള യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും സേഫ് അല്ല. സോ അദ്ദേഹം കാർ എടുക്കുകയാണ്, പ്ലെയിൻ ഡേഞ്ചറസ് ആണ് എന്നുള്ളൊരു തോന്നൽ വരികയാണ്. ഓക്കെ, സോ ഇതൊരു ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. യു മൈറ്റ് അസ്യൂം എൻ എൽഡർലി വുമൺ ഈസ് ട്രസ്റ്റ് വർത്തി ബിക്കോസ് ഷീ റിമൈൻഡ്സ് യു ഓഫ് യുവർ ഓൺ ഗ്രാൻഡ് മദർ ഹു ഈസ് ട്രസ്റ്റ് വർത്തി. അത് വേറൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മളൊരു എൽഡർ ആയിട്ടുള്ള ഒരാളെ കണ്ടു, ആ എൽഡർലി വുമണിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു അയ്യോ എന്ത് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ. കാരണം നമുക്ക് നമ്മുടെ ഒരു ഗ്രാൻഡ് മദറിനെ അവരിൽ ഓർമ്മ വരികയാണ്, അവരുടെ എന്തോ ചായയോ നടത്തോ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഫീൽ ചെയ്യണം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ എല്ലാ ക്യാരക്ടറുകളും ഇവർക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. യു മൈറ്റ് ഡിസൈഡ് നോട്ട് ടു ട്രാവൽ, അതാണ് വേറെ എക്സാമ്പിൾ. എയർപ്ലെയിൻ ബിക്കോസ് യു റിമെമ്പർ എ റീസൺ പ്ലെയിൻ ക്രാഷ്, അത് ഓർത്തിട്ട് നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങിൽ പെട്ട എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഹ്യൂറിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക് എന്നുള്ളതിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അടുത്തവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ ചാനൽ പെട്ടെന്ന് ഫോളോ ചെയ്യാനും പെട്ടെന്ന് നിങ്ങളുടെ പോർഷൻസ് കവർ ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.